ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തീയ സമൂഹത്തിലെ വിഭാഗീയതയ്ക്കും കലഹങ്ങൾക്കുമുള്ള കാരണങ്ങൾ ബൈബിളിലെ സ്വഭാവശാസ്ത്രജ്ഞനായ യാക്കോബ് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പ്രതിസന്ധികളൊന്നും ദൈവം വരുത്തുന്നതല്ല എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? യാക്കോബ് 4-ാം അധ്യായം. നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാഗ്രഹങ്ങളിൽ നിന്നാണ് അവയുണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നുമില്ല. ദൈവജനം അവരുടെ ആവശ്യങ്ങളും പ്രതിസന്ധികളും ദൈവത്തോട് പറയുന്നതിന് പകരം മല്ലടിക്കുന്നതും പോർവിളി നടത്തുന്നതുമൊക്കെ വളരെ ഖേദകരമാണ്. വ്യവഹാരത്തിൻ്റെയും ശക്തിപ്രകടനങ്ങളുടെയും മാർഗമാണ് പലപ്പോഴും ക്രിസ്ത്യാനികൾ സ്വീകരിക്കുന്നത്. ഇത് ക്രിസ്തുവിന് എതിർസാക്ഷ്യമാണ്. മനസ്സിൽ വെറുപ്പും പ്രതികാര ചിന്തകളും ഉള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ലെന്നാണ് യാക്കോബ് അപ്പോസ്തലന്റെ അഭിപ്രായം. 4-ാം അധ്യായം 3-ാം വാക്യം. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. പേരിന്റെ പേരിൽ ക്രിസ്ത്യാനികളാണെങ്കിലും പലരുടെയും വാക്കും പ്രവൃത്തിയും ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ദൈവ തിരുനാമത്തിന് കളങ്കമുണ്ടാക്കുന്നതാണ്. പല ദൈവമക്കളുടെയും പെരുമാറ്റം തികച്ചും ജഡീക മനുഷ്യരുടേതാണ്. വിശ്വാസവും ഭക്തിയും കൊമേഴ്സ്യൽ ഫെയ്ത്തായി തരം താഴുന്നത് ക്രിസ്തുവിന് എതിർസാക്ഷ്യമാണ്. ക്രിസ്തു മണവാളനുമായി ഉടമ്പടി ബന്ധത്തിലായ ദൈവമക്കൾ ലോകത്തിന് അനുരൂപരാകുന്നത് ഉടമ്പടി ബന്ധത്തിന്റെ തകർച്ചയാണ്, വഞ്ചനയുമാണ്. ഇതൊക്കെ ഇന്നത്തെ ആത്മീയ മേഖലകളിൽ അക്രൈസ്തവർ കാണുന്ന അപജയങ്ങളാണ്. ക്രിസ്തുവിലായവർക്ക് ജീവിതസാക്ഷ്യമില്ലെങ്കിൽ ക്രിസ്തു സ്നേഹത്തിലേക്ക് കടന്നു വരാൻ മറ്റുള്ളവർക്കൊരിക്കലും താൽപ്പര്യമുണ്ടാവില്ല. കെട്ടുപോയ വിളക്കുമായി ഇരുട്ടിലൂടെ നടക്കുന്നവരുടെ പിറകെ പോകാൻ ആരാണ് തയ്യാറാവുക? എന്തുകൊണ്ടാണ് വിശ്വാസികളിൽ ഈ അപജയം സംഭവിക്കുന്നത്? ദൈവത്തിനും ദൈവിക പ്രമാണങ്ങൾക്കും കീഴ്പ്പെടുവാൻ പലപ്പോഴും അവരിലെ ജഡീക മോഹങ്ങളും പാപങ്ങളുമൊക്കെ തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തിലേക്കും വിധേയത്വത്തിലേക്കും വളരാൻ പലർക്കും കഴിയുന്നില്ല എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. വിശ്വാസികളുടെ ദൈവത്തോടുള്ള ധിക്കാര മനോഭാവത്തെ ദൈവം എങ്ങനെ നേരിടുമെന്ന് വ്യക്തമാക്കാൻ സദൃശവാക്യം 3-ാം അധ്യായം 34-ാം വാക്യം യാക്കോബ് ശ്ലീഹ ഉദ്ധരിക്കുന്നുണ്ട്. നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു.
വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. ജ്ഞാനികൾ ബഹുമതി ആർജിക്കും, എന്നാൽ ഭോഷർക്ക് അവമതി ലഭിക്കും. കുടുംബം, ദാമ്പത്യം, സഭ തുടങ്ങിയ ദൈവത്തിന്റെ വിശിഷ്ട പദ്ധതികളിൽ ഇടർച്ചയുണ്ടാക്കുന്നവരും സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നവരുമൊക്കെ ദൈവത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. സഭയും കുടുംബവും ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് സഭകളുടെ പരമാധികാരി. അതിൽ ഇടർച്ചയുണ്ടാക്കുന്നവരും അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നവരെയും ചൂഷണം ചെയ്യുന്നവരെയും സർവാധികാരിയും പരമാധികാരിയുമായ സർവേശൻ നിലയ്ക്ക് നിർത്തും. കുടുംബത്തിലും ദാമ്പത്യത്തിലും സഭയിലും വിശുദ്ധ സ്ഥലത്തും മ്ലേച്ഛതയുണ്ടാക്കുന്ന സത്യത്തിന്റെ വൈരികളെ ദൈവം തുടച്ചു മാറ്റും. ദൈവനീതിയുടെ ഇടപെടൽ തലമുറകളിലേക്കും കടന്നു വന്നേക്കാം. ദൈവസ്നേഹത്തെയും ദൈവത്തിന്റെ ദീർഘക്ഷമയെയും പറ്റി പറയുന്നതിന് പകരം ദൈവകോപത്തെയും ശിക്ഷയെയും പറ്റി പറഞ്ഞ് ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നത് വാസ്തവത്തിൽ നിർമ്മല സുവിശേഷമാണ്. ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ ലോകത്തോട് പറയുന്നത് നിർമ്മല സുവിശേഷം തന്നെയാണ്. അത് കേൾക്കുന്നവർക്ക് മാത്രമല്ല, പറയുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണ്. വ്യക്തിസ്വാതന്ത്ര്യവും അവകാശവുമുള്ള പൗരന്മാരാണ് നമ്മളൊക്കെ. പക്ഷേ നിയമം ലംഘിച്ചാൽ നിയമം കടന്നു പിടിക്കും. പൗരസ്വാതന്ത്ര്യത്തിന്റെ അവകാശിയാണെങ്കിലും കയ്യിൽ വിലങ്ങ് വീഴും. ആധികാരിക രേഖകളുള്ള ആർക്കും നിയന്ത്രിത വേഗത്തിൽ വണ്ടി ഓടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ട്രാഫിക് നിയമം ലംഘിച്ചാൽ തീർച്ചയായും പോലീസ് തടഞ്ഞു നിർത്തും. എല്ലാവരും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നിയമം ലംഘിച്ചാലുള്ള ശിക്ഷകളെപ്പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനും നിയമാധികാരികൾക്കുമൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ദൈവം ഉപാധികളില്ലാത്ത സ്നേഹനിധിയായ പിതാവാണ്. പക്ഷേ മക്കൾ തന്റെ പ്രമാണങ്ങൾ ലംഘിക്കുമ്പോൾ, ദൈവത്തിന്റെ അധികാര ശ്രേണിക്ക് വിധേയപ്പെടാതിരിക്കുമ്പോൾ, ദൈവം നിയമിച്ചാക്കിയ അധികാരികൾ ദൈവനീതി നടത്താതിരിക്കുമ്പോൾ, അധികാരികൾ ദൈവത്തിന്റെ പരമാധികാരത്തിന് വിധേയപ്പെടാതിരുന്നാൽ, നീതി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. അതിന് ദൈവത്തിന്റെ തിരുത്തലും ബാലശിക്ഷയുമൊക്കെ വേണ്ടി വന്നേക്കാം. നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതി നടത്തുന്നത് ചരിത്രത്തിന്റെ നാൾവഴികളിൽ കാണുന്ന വിസ്മയ സത്യമാണ്. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് വേണ്ടതെല്ലാം യഥാസമയം കണ്ടറിഞ്ഞ് നൽകും. അതുമാത്രമല്ല പേരന്റിംഗ്. മക്കൾക്ക് നീതിയുടെ മാർഗം ഉപദേശിക്കുകയും തെറ്റുകണ്ടാൽ കർശനമായി തിരുത്തുകയും മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യും. നിന്റെ രാജ്യം വരേണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടവരാണ്. സ്വന്തം ജീവിതത്തിലും ദൈവരാജ്യം യാഥാർത്ഥ്യമാകാൻ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾക്ക് ക്രിസ്ത്യാനി വിധേയപ്പെടണം.
ആരും ഈ നിബന്ധനയ്ക്ക് അതീതരൊന്നുമല്ല. എന്താണ് ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ? റോമലേഖനം 14:17 ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. എല്ലാവരും ദൈവത്തിന്റെ അനുസരണമുള്ള മക്കളാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഏറ്റവും എളുപ്പമായൊരു മാർഗം യാക്കോബ് ശ്ലീഹ ഈ ലേഖനത്തിൽ ഉപദേശിക്കുന്നുണ്ട്. 4:7 ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്വാർത്ഥമോഹങ്ങളോടും പ്രതികാരദാഹത്തോടും കൂടെ പരസ്പരം ഏറ്റുമുട്ടുന്നതിന് പകരം ദൈവമക്കൾ കുടുംബ ദാമ്പത്യത്തിലും സഭയിലും പരസ്പരം വിനീതരായി ഇടപെടണം, ദൈവത്തിന് കീഴ്പ്പെടണം. ദൈവത്തിന്റെ ഇഷ്ടവും വഴികളും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. തിരുവചനം ജീവിത ശൈലിയാക്കണം. മാനസാന്തരപ്പെട്ട് ദൈവവുമായി അനുരഞ്ജനപ്പെടണം. ദൈവാശ്രയത്തിൽ മനസ്സിനെ ഉറപ്പിക്കണം. ക്രിസ്തുവിന്റെ പാപപരിഹാര ബലി നമുക്ക് നേടിത്തന്ന പാപക്ഷമയും നീതീകരണവും വിശുദ്ധീകരണവും ദൈവമക്കൾ മാനസാന്തരത്തിലൂടെ ക്രിസ്തുവിൽ നിന്നും നേടണം. അഹങ്കാരികളെ എതിർക്കുകയും എളിയവരെ ഉയർത്തി നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയുള്ളവരായിരിക്കണമെന്ന പത്രോസ് അപ്പോസ്തലന്റെ ഉപദേശം വളരെ ആനുകാലിക പ്രസക്തിയുള്ളതാണ്. 1 പത്രോസ് 5 ഇടയന്മാരെ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന്റെ മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഔവണ്ണം ഇളയവരെ, മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.